In this video, let's discuss about subcontract. ആദ്യം നമുക്ക് subcontract എന്താണെന്ന് നോക്കാം. Subcontract is that portion of the main contract entrusted by the contractor to the specialist in those works for getting them done. അതായത് ഇപ്പോൾ മെയിൻ കോൺട്രാക്ടർ എല്ലാ വർക്ക്സിലും അദ്ദേഹം സ്പെഷ്യലിസ്റ്റ് ആവണമെന്നില്ല. ഇപ്പോൾ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ ആണെന്ന് വെച്ചോ, അപ്പോൾ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ധാരാളം വർക്ക്സ് ഉണ്ട്. അതായത് ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ്, ദെൻ കാർപ്പൻട്രി വർക്ക്, പിന്നീട് വലിയൊരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻസ്റ്റലേഷൻ ഓഫ് ലിഫ്റ്റ്സ് വേണ്ടി വരും. അപ്പോൾ ഇതിലെല്ലാം സ്പെഷ്യലിസ്റ്റ് ആവണമെന്നില്ല ഈ ബിൽഡിംഗ് കോൺട്രാക്ടർ. അപ്പോൾ സാധാരണ കോൺട്രാക്ടേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സ്പെഷ്യലൈസ്ഡ് വർക്കിനെ അവർ മറ്റൊരു കോൺട്രാക്ടറിനെ ഏൽപ്പിക്കും. അതായത് സബ് കോൺട്രാക്ട്, അതിനെയാണ് സബ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സബ് കോൺട്രാക്ടർ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ഈ മെയിൻ കോൺട്രാക്ടർ നടത്തുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദി എമൗണ്ട് ഓഫ് സബ് കോൺട്രാക്ട് ഇസ് എൻ എക്സ്പെൻസ് ടു ദി കോൺട്രാക്ടർ. അതായത് ഇത് മറ്റൊരാളെ ഏൽപ്പിക്കുമല്ലേ, അപ്പോൾ ആ എമൗണ്ട് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും സബ് കോൺട്രാക്ടർ ചെയ്ത വർക്കിന് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത് ആരാണ്? മെയിൻ കോൺട്രാക്ടറാണ്. അതുകൊണ്ട് മെയിൻ കോൺട്രാക്ടർക്ക് ഇതൊരു എക്സ്പെൻസ് ആയിരിക്കും. എക്സ്പെൻസ് എല്ലാം നമ്മൾ എവിടെയാണ് ഡെബിറ്റ് ചെയ്യാറുള്ളത്? കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാറാണുള്ളത്. സോ ദി എമൗണ്ട് ഓഫ് സബ് കോൺട്രാക്ട് ഇസ് ടു ബി ഡെബിറ്റഡ് ടു ദി കോൺട്രാക്റ്റ് അക്കൗണ്ട്. അപ്പോൾ അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും തന്നെയില്ല ഈ സബ് കോൺട്രാക്റ്റിൻ്റെ കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഈ രീതിയിലാണ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഒന്നേ അത് ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആവാം. ഈ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഓരോ എക്സ്പെൻസുകളെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ, ലേബർ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ചെയ്യുന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നിങ്ങളെ. പിന്നീട് ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസും പ്ലാന്റിൻ്റെ ക്ലോസിംഗ് വാല്യൂം. പിന്നീട് ഇതൊരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടാണ്. സോ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. പിന്നീട് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഐറ്റം സബ് കോൺട്രാക്ട് കോസ്റ്റ്. സബ് കോൺട്രാക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രാക്ടർക്ക് അതൊരു എക്സ്പെൻസാണ്. സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ഇതാണ് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ മെറ്റീരിയലൊക്കെ ഡെബിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ സബ് കോൺട്രാക്ട് കോസ്റ്റിനെയും ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇൻകം സൈഡാണ് ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ കൂടുതലായി നിൽക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റ് നമ്മൾ എന്തെന്നാണ് പറയുന്നത്? നോഷണൽ പ്രോഫിറ്റ്. പിന്നീട് നോഷണൽ പ്രോഫിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുക. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്തു പോവുക. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഇൻഫർമേഷനാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. അവർ ഇയർ എൻഡിങ് എന്ന് പറയുന്നത് 31 ഡിസംബർ 2014 തന്നിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഐറ്റം കോൺട്രാക്ട് പ്രൈസ് 6 lakh. പിന്നീട് വർക്ക് സർട്ടിഫൈഡ് ടിൽ 30th November 2014. യഥാർത്ഥത്തിൽ ഇവരുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്ന എന്നാണ്? 31 ഡിസംബർ 2014. പക്ഷേ വർക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നവംബർ വരെയുള്ള വർക്ക് മാത്രമേ കോൺട്രാക്റ്റി സർട്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നവംബർ കഴിഞ്ഞ് പിന്നീട് ഒരു മാസവും കൂടെ ഉണ്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യാൻ. ആ സമയത്തെ കാര്യമൊന്നും പറയുന്നില്ല. വർക്ക് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് വരെ ഉള്ളൂ? 30th നവംബർ കഴിഞ്ഞിട്ട് പിന്നെ അവർ വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് എന്തെങ്കിലും വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് നവംബർ കഴിഞ്ഞ് ഒരു മാസം ഉണ്ടല്ലോ, ആ മാസത്തിൽ ഡിസംബർ മാസത്തിൽ എന്തെങ്കിലും വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്ത് കാണത്തില്ല? സർട്ടിഫൈ ചെയ്ത് കൊടുത്ത് കാണില്ല. അപ്പോൾ അതെന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വർക്ക് അൺസർട്ടിഫൈഡ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ക്യാഷ് റിസീപ്റ്റ് ഫ്രം ദി കോൺട്രാക്റ്റി 3 lakh. അത് പറയുന്നുണ്ട്. അതായത് 6 lakhൻ്റെ ഒരു വർക്കാണ്, പക്ഷേ അതിൽ കുറച്ച് പേയ്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. കാരണം ഇതൊരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അല്ലേ. പാർട്ട് പേയ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. 3 lakh rupees. പിന്നീട് മെറ്റീരിയൽ ഇഷ്യൂഡ്, ഇറ്റ്സ് എ കോസ്റ്റ്, ലേബർ അനദർ കോസ്റ്റ്, ദെൻ ഡിപ്രിസിയേഷൻ ഓഫ് ദി പ്ലാൻ ഫോർ ദി ഇയർ. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് 24,000 തന്നേക്കുന്നത്. പിന്നീട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, ദെൻ മെറ്റീരിയൽ അറ്റ് സൈറ്റ് ഓൺ 31st December 2014. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽ എന്നല്ല, മെറ്റീരിയൽ. നെക്സ്റ്റ് മെറ്റീരിയൽ റിട്ടേൺ ടു സ്റ്റോഴ്സ് ഡ്യൂറിങ് ദി ഇയർ. നമ്മൾ വാങ്ങിയ മെറ്റീരിയലിൽ കുറച്ച് മെറ്റീരിയൽ സ്റ്റോറിലോട്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് സബ് കോൺട്രാക്ട് കോസ്റ്റ്, അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്. സബ് കോൺട്രാക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രാക്ടർക്ക് അതൊരു എക്സ്പെൻസാണ്. സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു കോൺട്രാക്ട് അക്കൗണ്ട്. അതാണ് സബ് കോൺട്രാക്ട് കോസ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അടുത്തത് മെറ്റീരിയൽ ലോസ്ഡ് ബൈ ഫയർ, അതൊരു ലോസാണ്. സോ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു P&L account. Then materials of the cost of rupees 4,000 were sold at site for rupees 3,000 as they were found unused
അൺസ്യൂട്ടബിൾ ഫോർ ദി ജോബ്. അതായത് നമ്മൾ വാങ്ങിയ മെറ്റീരിയൽ, കുറച്ച് മെറ്റീരിയൽ വാങ്ങിയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അതാണ്ട് ഇവിടെ മെറ്റീരിയൽ 1,80,000 വാങ്ങിയ മെറ്റീരിയലിൽ 4,000 രൂപയുടെ മെറ്റീരിയൽ നമുക്ക് ഉപയോഗശൂന്യമായി പോയി. എനിവേ നമ്മളത് വിറ്റപ്പോൾ എത്ര രൂപ കിട്ടിയെന്നാണ് പറയുന്നത്? 3,000 rupees. അതായത് നമ്മൾ ഉപയോഗശൂന്യമായ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 4,000 മെറ്റീരിയലാണ് ഈ ഉപയോഗശൂന്യമായി പോയത്. അത് അവർ വിൽക്കുകയും ചെയ്തു. എത്ര രൂപയ്ക്ക് വിറ്റെന്ന് പറയുന്നത്? 3,000 rupeesന് വിറ്റെന്ന് പറയുന്നു. വിൽക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും. എത്ര രൂപയാണ് റിസീവ് ചെയ്തത്? 3,000 rupees റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എപ്പോഴും കോസ്റ്റും സെല്ലിംഗ് പ്രൈസും ഒക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസാണോ ഈ സെയിലിൽ കിട്ടിയതെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 4,000 രൂപയുടെ മെറ്റീരിയൽ ആയിരുന്നു, പക്ഷേ വിറ്റപ്പോൾ 3,000 രൂപയെ കിട്ടിയുള്ളൂ. ദാറ്റ് മീൻസ് ദർ ഇസ് എ ലോസ് ഓഫ് ₹1,000. ലോസ് നമ്മൾ P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ P&L എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തേനെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ. ഓക്കെ, പിന്നീട് അടുത്ത ഒരു ഇൻഫർമേഷനും കൂടെ പറയുന്നുണ്ട്. The items given above include amounts relating to December 2014 also. അതായത് നവംബർ 2014 ഇൻഫർമേഷൻ മാത്രമല്ലേ തന്നത്. പിന്നീട് അവർ പറയുന്ന 2014 ഡിസംബറിലെ ഇൻഫർമേഷനും ഉണ്ട്. 2000 ഡിസംബർ 14 കുറച്ച് മെറ്റീരിയൽസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. 13,000 രൂപയുടെ മെറ്റീരിയൽ, പിന്നെ ലേബർ 11,000-ൻ്റെത്, പിന്നീട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് 2,000-ൻ്റെ. അത് നവംബർ കഴിഞ്ഞിട്ടുള്ള ഇൻകർ ചെയ്ത എക്സ്പെൻസാണ്. അപ്പോൾ ഇതെന്തിനായിരിക്കും? വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഇൻകർ ചെയ്തതാണ്. പക്ഷേ ഈ വർക്ക് അവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനെ സർട്ടിഫൈ ഉണ്ടാവില്ല. കാരണം നവംബർ വരെയല്ലേ സർട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുന്നതായിരിക്കും വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് അൺസർട്ടിഫൈഡിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. നമ്മൾ തന്നെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സൊല്യൂഷൻ ക്വസ്റ്റ്യൻ ഇവിടെ കണ്ട് അവസാനിച്ചായിരുന്നു. നിങ്ങളിത് വെച്ച് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾക്ക് ഇത് ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചപ്പം വർക്ക് അൺസർട്ടിഫൈഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഹിൻ്റാണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ വർക്ക് അൺസർട്ടിഫൈഡ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. എന്തൊക്കെ ചേരുന്നതാണ്? മെറ്റീരിയൽ 13,000 rupeesന് നമ്മൾ ഡിസംബറിൽ ചിലവാക്കിയിട്ടുണ്ട്. ലേബർ 11,000, എസ്റ്റാബ്ലിഷ്മെൻറ്റ് 2,000. ഇത്രയും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പറയുന്നുള്ളൂ. പക്ഷേ അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കിടപ്പുണ്ട്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഡയറക്റ്റ്ലി തരാത്ത ഒരു എക്സ്പെൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതായത് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നൊരു പോർഷനും കൂടെ വരുമല്ലോ. കാരണം 30th നവംബർ വരെയുള്ള ഡിപ്രിസിയേഷനെ വർക്ക് സർട്ടിഫൈഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. വർക്ക് അൺസർട്ടിഫൈഡിൽ ഏത് സമയത്ത് ഡിപ്രിസിയേഷൻ എടുക്കണം? നമ്മൾ ഡിസംബറിലത്, അതായത് ഒരു മാസത്തത്. ബാക്കി 11 മാസത്തെ ഡിപ്രിസിയേഷൻ മാറ്റിയിട്ട് ഒരു മാസത്തെ ഡിപ്രിസിയേഷനാണ് വർക്ക് അൺസർട്ടിഫൈഡിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു മാസത്തെ ഡിപ്രിസിയേഷൻ എത്ര വരും? Total depreciation for the year is 24,000. So 1 month's depreciation will be 24,000 over 12. That will be 2,000. അങ്ങനെ നമ്മുടെ ടോട്ടൽ വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് ഈ 4 ഐറ്റംസും കൂടെ ആഡ് ചെയ്തെടുക്കുന്നതാണ്. ആൻഡ് ദാറ്റ് ഇസ് 28,000 rupees. അങ്ങനെ വർക്ക് അൺസർട്ടിഫൈഡ് നമ്മൾ കണ്ടെത്തി. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ലായിരുന്നു, വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വർക്ക് അൺസർട്ടിഫൈഡ് ഉണ്ടെന്ന്. അങ്ങനെയാണ് നമ്മളത് കണ്ടെത്തിയത്. അതിലും ഡിപ്രിസിയേഷൻ ഹിഡൻ ആയിട്ട് കിടന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അതും മനസ്സിലാക്കിക്കോണം കേട്ടോ. വർക്ക് അൺസർട്ടിഫൈഡ് ചെയ്യുമ്പം ടോട്ടൽ ഡിപ്രിസിയേഷൻ 24,000 തന്നെയാണ്. പക്ഷേ വർക്ക് അൺസർട്ടിഫൈഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോർഷൻ ഒരു മാസത്തെ ഡിപ്രിസിയേഷൻ, ആൻഡ് ദാറ്റ് ഇസ് 2,000. ഇനി നമുക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. Contract account is a nominal account to which all expenses will be debited and all incomes will be credited. എക്സ്പെൻസ് 1 by 1 ആയിട്ട് എഴുതി പോവുകയാണ്. ആദ്യം മെറ്റീരിയൽ 1,80,000, ലേബർ, ദെൻ ഡിപ്രിസിയേഷൻ ഫോർ ദി ഇയർ. ഇവിടെ മൊത്തം ഡിപ്രിസിയേഷൻ എഴുതാം. മറ്റേത് നമ്മൾ ചെയ്ത വർക്ക് അൺസർട്ടിഫൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡിപ്രിസിയേഷൻ അവിടോട്ട് എടുത്ത് മാറ്റി എഴുതിയത്. ഡിപ്രിസിയേഷൻ ഫോർ 1 year, ഇവിടെ നമ്മൾ 1 year എക്സ്പെൻസിൽ റെക്കോർഡ് ചെയ്യുന്ന കോൺട്രാക്ട് അക്കൗണ്ടിൽ. ദാറ്റ് ഇസ് 24,000 itself. നെക്സ്റ്റ് ഇസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് 24,000. ദെൻ സബ് കോൺട്രാക്ട് കോസ്റ്റ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ. 12,000 rupees ആണ് സബ് കോൺട്രാക്റ്റിന് കൊടുക്കേണ്ടി വന്ന കോസ്റ്റ് അല്ലെങ്കിൽ ഇൻകർ ചെയ്യേണ്ട കോസ്റ്റ്. പിന്നീട് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഐറ്റംസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ 1,80,000 രൂപയുടെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വർഷം നമ്മൾ 14,000 രൂപയുടെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടില്ല. അത് വർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മളതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തത്. മെറ്റീരിയൽ കോസ്റ്റ് അത്രയും കണ്ട് കുറഞ്ഞു. പിന്നീട് മെറ്റീരിയൽ റിട്ടേൺഡും ഉണ്ട്. അതുപോലെ തന്നെയാണ് 6,000 രൂപയുടെ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അത് തിരിച്ച് സ്റ്റോറിലേക്ക് കൊടുത്തയച്ചെന്നാണ് പറയുന്നത്. നമ്മൾ കുറയ്ക്കണ്ടേ? ഇവിടെ കിടപ്പുണ്ട് 1,80,000 6,000 ഉണ്ട്. അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യണം, കാരണം നമ്മളത് യൂസ് ചെയ്തിട്ടില്ല.
പിന്നീട് മെറ്റീരിയൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് എപ്പോഴും ലോസാണ്. അത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു, ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബ്രാക്കറ്റിൽ മെറ്റീരിയൽ ലോസ്റ്റ് എന്ന് കാണിക്കാം, 2000 rupees. പിന്നീട് വേറൊരു പാരഗ്രാഫിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മെറ്റീരിയൽ അൺസ്യൂട്ടബിൾ ആയി എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധമായിപ്പോയി, അതുകൊണ്ട് നമ്മളതിനെ വിറ്റു എന്ന് പറഞ്ഞു. 4000 രൂപയുടെ മെറ്റീരിയലാണ്. അപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ വാങ്ങിയ മെറ്റീരിയലിൽ അത് 4000 ഉണ്ട്, പക്ഷേ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പോവാണ്. ചെയ്യുമ്പം ഓർക്കേണ്ട കാര്യം, അത് വിറ്റപ്പോൾ കിട്ടിയ പൈസ എത്ര രൂപയാണ്? 3000. അതിനെ നമുക്ക് ബാങ്ക് എന്നും പറഞ്ഞ് റെക്കോർഡ് ചെയ്യണം 3000. പക്ഷെ 4000 നമ്മൾ റിമൂവ് ചെയ്യണം. പിന്നീട് ഒരു കാര്യം കൂടെ നമ്മളപ്പം കണ്ടെത്തിയായിരുന്നു, ഇത് വിറ്റപ്പോൾ നമ്മൾക്ക് ലോസാണ് ഇൻകർ ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ ആ ലോസിനെയും കൂടെ റെക്കോർഡ് ചെയ്യണം. ലോസ് ആണെന്നുണ്ടെങ്കിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് സൈഡിലേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ? ക്രെഡിറ്റ് സൈഡിൽ. അങ്ങനെ 4000 ആയി. ബാങ്ക് എന്നും പറഞ്ഞ 3000, ദാറ്റ് ഇസ് എമൗണ്ട് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ. പിന്നീട് അതുമൂലമുണ്ടായ ലോസ് 1000. അങ്ങനെ ടോട്ടൽ 4000 നമ്മളിവിടുന്ന് റിമൂവ് ചെയ്തല്ലോ. അതും കഴിഞ്ഞു. പിന്നീട് നമ്മുടെ മെയിൻ ഐറ്റം, ഇതൊരു ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഫുൾ കോൺട്രാക്ട് പ്രൈസ് നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു റെക്കോർഡ് ഇറ്റ് ആസ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ്? വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. വർക്ക് സർട്ടിഫൈഡ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരുന്നു 4 lakh rupees. വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടില്ലായിരുന്നു, അതിനുള്ള ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹിൻഡ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിലൊരു ഹിഡൻ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, ഡിപ്രിസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് അൺസർട്ടിഫൈഡ് കണ്ടെത്തിയത്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ ലേബറും എല്ലാം കൂടെ ഇൻകർ ചെയ്ത് ഇത്രയും രൂപയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് സർട്ടിഫൈ ചെയ്തില്ല, കോൺട്രാക്റ്റ് സർട്ടിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ. പിന്നീട് ഇതിനെ ബാലൻസ് ചെയ്തപ്പം ഇൻകം സൈഡായിരുന്നു കൂടി നിന്നത്. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റിനെ എന്തെന്നേ പറയാൻ പറ്റൂ? ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് അതിനെ നോഷണൽ പ്രോഫിറ്റിനെ നമുക്ക് പറയാൻ സാധിക്കും. നോഷണൽ പ്രോഫിറ്റ് 54,000 rupees കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നോഷണൽ പ്രോഫിറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. കുറച്ച് പോർഷൻ പ്രോഫിറ്റായിട്ട് തന്നെ യൂസ് ചെയ്യാം, ബാക്കി നമ്മൾ റിസർവായിട്ട്, ബാക്കി പ്രോഫിറ്റിനെ റിസർവായിട്ട് കീപ്പ് ചെയ്യണം ഈ കോൺട്രാക്റ്റ് ഫുള്ളി കംപ്ലീറ്റഡ് ആകുന്നത് വരെ. ഓക്കെ. അപ്പോൾ ആ സ്റ്റെപ്പിലോട്ട് ഇനി പോവുകയാണ്. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, ഈ സ്പ്ലിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം? ഡിഗ്രി ഓഫ് കംപ്ലീഷൻ. ഇതുവരെ എത്രമാത്രം കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ചെക്ക് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡ് ഓവർ കോൺട്രാക്ട് പ്രൈസ് ടൈംസ് 100. ആൻഡ് ഇതാണ് ഫോർമുല. വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ടൈംസ് 100. കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 4 ലക്ഷം, വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് 4 ലക്ഷം, കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് 6 ലക്ഷം. അതായത് ടോട്ടൽ പ്രൈസ് ഓഫ് ദി കോൺട്രാക്ട് 6 lakh. ഈ 6 ഔട്ട് ഓഫ് 6 lakh 4 lakh rupeesൻ്റെ വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 66.66%. അതായത് മെജോറിറ്റി ഓഫ് വർക്ക് കംപ്ലീറ്റ് ആവാറായി. ഇനി 33.33% മാത്രമേ റിമൈൻ ചെയ്യുന്നുള്ളൂ, ഇൻകംപ്ലീറ്റ് ആയി കിടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? പ്രോഫിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്യേണ്ട റൂള് ഏതാണ്? ഫസ്റ്റ് റൂളാണോ? ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഈ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ വിൽ ബി ലെസ് ദാൻ 25%. അപ്പോൾ 25% അല്ലല്ലോ, 66.66 ഇല്ലയോ? പിന്നീട് അടുത്ത റൂൾ എന്താണ്? ഡിഗ്രി ഓഫ് കംപ്ലീഷൻ വിൽ ബി greater than or equal to 25% but less than 50%. അതുമല്ലല്ലോ, ഇത് ഗ്രേറ്റർ ദാൻ 50% ഇല്ല. അപ്പോൾ അടുത്ത റൂൾ എന്ന് പറയുന്നത് റൂൾ 3. റൂൾ 3യിൽ എങ്ങനെയാണ് പറയുന്നത്? ഡിഗ്രി ഓഫ് കംപ്ലീഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50% but less than 90%. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50% but less than 90%. ആ റൂളിലാണ് ഇത് വരുന്നത്. 66.66 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ഫിഗർ അല്ലയോ? അപ്പോൾ നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? റൂൾ 3 ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. റൂൾ 3 പ്രകാരം എങ്ങനെയാണ് പ്രോഫിറ്റ് ടു ബി ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട് കണ്ടെത്തുന്നത്? ഫോർമുല ഇസ് നോഷണൽ പ്രോഫിറ്റ് ടൈംസ് 2/3 ടൈംസ് ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ഓക്കെ. നോഷണൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞായിരുന്നു. ഇറ്റ് ഇസ് 54,000 ടൈംസ് 2/3 ടൈംസ് ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു 3 lakh. വർക്ക് സർട്ടിഫൈഡും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 4 lakh. ദാറ്റ്സ് ഈക്വൽ ടു 27,000. അതായത് നമുക്ക് കിട്ടിയ നോഷണൽ പ്രോഫിറ്റായ 54,000 രൂപയിൽ 27,000 രൂപ നമുക്ക് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ബാലൻസ് വരുന്ന നോഷണൽ പ്രോഫിറ്റിനെ എവിടോട്ട് മാറ്റി വെക്കണം? ഒരു റിസർവായിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. ഓക്കെ. അതാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്.
ഞാൻ നോഷണൽ പ്രോഫിറ്റിനെ ബ്രോഡ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാരി ഡൗൺ ആയിരുന്നു, പിന്നീട് അതിനെ ബ്രോഡ് ഡൗൺ ചെയ്തു. ഞാനിവിടെ CD എന്നറിയാതെ എഴുതിയതാണ്, ബ്രോഡ് ഡൗൺ എന്നാണ് എഴുതേണ്ടത്. ബ്രോഡ് ഡൗൺ ചെയ്തു. ഇനി ഇന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എത്രമാത്രം P&Lലോട്ട് പോകണം നമ്മൾ കണ്ടെത്തിയല്ലോ. എത്രമാത്രമാണ് പോകേണ്ടത് P&Lലോട്ട് പോകേണ്ട ഫിഗറാണ് ഈ കണ്ടെത്തിയത്, 27,000 rupees. അത് മറന്നുപോലെ ഈ ഫോമുല യൂസ് ചെയ്ത് കണ്ടെത്തുന്നത് P&Lലോട്ട് പോകുന്ന ഫിഗറാണ്. P&Lലോട്ട് പോകേണ്ടത് 27,000. അതായത് ഔട്ട് ഓഫ് 54,000-ൽ 27,000 P&Lലോട്ട് പോകും. ബാലൻസ് വരുന്ന എമൗണ്ട് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. ബാലൻസ് വരുന്ന എത്രയാണ്? 54,000-ൽ നിന്നും 27,000 ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 27,000 തന്നെയാണ് ഇവിടെ. ഓക്കെ, അത് നമ്മൾ എവിടെ കീപ്പ് ചെയ്യണം? വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കീപ്പ് ചെയ്യണം. ദാറ്റ് ഇസ് പ്രോഫിറ്റ് കെപ്റ്റ് ആസ് റിസർവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോൺട്രാക്റ്റ് അക്കൗണ്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സൊല്യൂഷൻ. കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഇത് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ വർക്കൗട്ട് ചെയ്യുക. പുതിയ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പഠിച്ചു. സബ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന പാർട്ട് കൂടാതെ പുതിയ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ പഠിച്ചല്ലോ. വർക്ക് അൺസർട്ടിഫൈഡ് തന്നിട്ടില്ലായിരുന്നു, അത് കണ്ടുപിടിക്കേണ്ട രീതി മനസ്സിലാക്കി. അതിനകത്തൊരു ഹിഡൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉണ്ടായിരുന്നു. ഡിപ്രിസിയേഷൻ, 1 മാസം ഡിപ്രിസിയേഷനും കൂടെ അവിടെ കൺസിഡർ ചെയ്യണമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.